പറഞ്ഞു എന്നാണ് കോൺഗ്രസിന്റെ മുൻ MP ജെഫ്രി പറഞ്ഞത്. അദ്ദേഹം മൃഗീയമായി ചുട്ടരിക്കപ്പെട്ടു. ആയിരക്കണക്കിന് മാപ്പിള മക്കൾ ഗുജറാത്തിന്റെ മണ്ണിൽ മാനഭംഗപ്പെടുത്തപ്പെട്ടു, അരിഞ്ഞു തള്ളപ്പെട്ടു. അവരെല്ലാം വിളിച്ചിരുന്നു ഒരു മനുഷ്യനെ, രാജാവേ ഞങ്ങളെ രക്ഷിക്കണം. ആ രാജാവിന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. ദിലീപ് മഹാരാജാവിനെ പോലെ സ്വന്തം പ്രജകളെ സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടായിരുന്ന മോദി ചെയ്തത് സംരക്ഷണമല്ല, നെറികേടിന്റെ നൃശംസതയാണ്. മോദിയും ആർഷഭാരത സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. നമ്മളങ്ങനെ പറഞ്ഞു പോയാൽ കുടുങ്ങും. തിരിച്ചു വരാം. അതുകൊണ്ട് RSS എന്ന് പറയുന്നത് ഒരു തരത്തിലും ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെടുന്നതല്ല. വിവേകാനന്ദൻ ഒരു തരത്തിലും ഹിന്ദു മതവിശ്വാസികളായ ആളുകൾക്കല്ലാതെ തീവ്രവാദികൾക്ക് യോജിക്കുന്നവരല്ല. ഇനി പെട്ടെന്ന് വായിച്ച നേരം പോയി, ഒരുപാട് സമയവും. മതവിശ്വാസികളെ ആക്ഷേപിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞറിയുന്നു. അങ്ങനെ ഞങ്ങൾ പറയുന്നുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ പറയാം. മതമല്ല അടിയന്തരാവശ്യം. ചിക്കാഗോയിലെ മതമഹാപ്രസംഗത്തിൽ സമ്മേളനത്തിൽ 12 പ്രബന്ധങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. 3ാമത്തെ പ്രബന്ധത്തിന്റെ പേര് മതമല്ല ഭാരതത്തിന്റെ അടിയന്തര ആവശ്യം, അതായിരുന്നു പേര്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മതത്തെ പോലെ മനുഷ്യന് അനുഗ്രഹങ്ങൾ നൽകിയ മറ്റൊന്നില്ല, അതുപോലെ തന്നെ നികൃഷ്ടത പരമാവധി തീവ്രമായി നൽകിയ മറ്റൊന്നില്ല. മതത്തെ പോലെ സ്നേഹവും സമാധാനവും മറ്റൊന്നും നൽകിയിട്ടില്ല. ക്രൂരതയും പകയും മതത്തെ പോലെ മറ്റൊന്നും നൽകിയിട്ടില്ല. സൗഹൃദം ഏറ്റവും മുറ്റി നിൽക്കുന്നത് സ്പഷ്ടമായത് മതത്തിലാണ്. അതുപോലെ മനുഷ്യനും തമ്മിൽ കടുത്ത വിരോധം സമ്മാനിച്ച മറ്റൊന്നില്ല. മതത്തെ പോലെ ലോകത്ത് ഇത്രയധികം രക്തപ്പുഴയൊഴുക്കിയ മറ്റൊരു ദർശനവുമില്ല. ഇതെന്ന് പറഞ്ഞാൽ എരിയുന്ന ഭാരതത്തിലെ ആർത്തലക്ഷങ്ങൾക്ക് അപ്പമാണ് വേണ്ടത്. നാം അവർക്ക് മതം പറഞ്ഞു കൊടുക്കുന്നു. കരയുന്ന കുഞ്ഞിന്റെ വായിലേക്ക് കല്ലു തിരുകുന്നതിന് സമാനമാണ് വിശക്കുന്നവന്റെ ചെവിയിലേക്ക് ഭാഗവതം വായിച്ച് കേൾപ്പിക്കുന്നത് എന്നെല്ലാം വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നീ നീട്ടി പറഞ്ഞ ബുദ്ധിമുട്ടാണ്, സ്വത്തൊക്കെ കിട്ടിപ്പോണ്ട ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ചുരുക്കി ചില കാര്യങ്ങൾ അവസാനത്തെ ഭാഗം പറയാം. ഒരുപാട് നേരം പോയതുകൊണ്ടാണ്. മതത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇങ്ങനെ വ്യാഖ്യാനിച്ചത്, വിവേകാനന്ദ സ്വാമികളാണ്. വിവേകാനന്ദൻ പറഞ്ഞത് അത്രയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ. പോട്ടെ. ഇനി മതം മാറ്റിക്കളയുന്നു. ഈ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ അരി കൊടുത്ത്, പാൽപ്പൊടി കൊടുത്ത്, പഞ്ചസാര കൊടുത്ത്, അങ്ങനെയുള്ള സിസ്റ്റർ കുസുമത്തെയും ഡോക്ടർ ബെനഡിക്റ്റിനെയും ഒക്കെ ഇവിടുന്ന് തല്ലി നടുവൊടിച്ചു. നിങ്ങൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞു 5 കിലോ അരി കൊടുത്ത് 15 ആളെ വളവണ്ണയിൽ മാറ്റി. ഒരു വയസ്സത്തെയായിട്ടുള്ള കുട്ടൂരിയെടുത്തി ഇത് കേട്ടു TV-യിൽ. കുട്ടൂരിയെടുത്തി പറഞ്ഞു 5 കിലോ അരി കൊടുത്ത് ക്രിസ്ത്യാനികൾ 15 ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയായിട്ട് മാറ്റിയത് പ്രസംഗിക്കുന്ന നേരം കൊണ്ട് ചെന്നായിക്ക് ഒരു 15 കിലോ അരി ഈച്ചയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഒരു 75 എണ്ണത്തിന് മാറ്റിക്കൂടെ? ഇവിടെ എങ്ങനെ ഏക്കോലിക്കണോ? അതൊരു പ്രശ്നം. നമ്മളിപ്പോ കോഴിയും കുട്ടികളും കൂടി ചിക്കാൻ പോകില്ലേ പുറത്തേക്ക്? കോഴിക്കൾ ചിക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് പരുത്ത് വന്നാൽ കോഴിത്തള്ള വലിയ ഒച്ച ഉണ്ടാവും. അപ്പൊ നമ്മളെ വീട്ടിലുള്ള അമ്മൂമ്മമാരെന്താ ചെയ്യുക? പാല് തിളപ്പിക്കാൻ പറ്റതാണെങ്കിൽ അത് അവിടെ ഇട്ട് കൊട്ട അയച്ചു പോയിട്ട് കോഴിനെ മൂടും. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ട് അമ്മൂമ്മമാര് പരുന്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പരുന്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊട്ടയിൽ കയറ്. അങ്ങനല്ല. ആകാശത്തുള്ള പരുന്തിനെ മൂടാൻ പോയിട്ട് കാര്യമില്ല, അവനാന്റെ തൊടിയുള്ള കോഴിനെ മൂടേണ്ടത്. മനസ്സിലായില്ലേ? പാൽപ്പൊടി കിട്ടായിട്ടാണല്ലോ മറ്റോ കൊടുക്കുമ്പോഴേക്ക് മാറുന്നത്. അരി കിട്ടായിട്ടാണല്ലോ മറ്റോ വെച്ച് നീട്ടുമ്പോഴേക്ക് മാറുന്നത്. മത പരിവർത്തനം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. നിർബന്ധിച്ചിട്ടല്ലോ. നിർബന്ധം ഉണ്ടെങ്കിൽ തെറ്റാണ്. ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന ചിലത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പട്ടിണി കിടക്കുന്നവർ മാമ്പുഴക്കാട്ട് മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമാണ് പാൽപ്പൊടി കൊടുക്കേണ്ടത്. കെനിയയിൽ എന്താ കൊടുത്താല്, ടാൻസാനിയയിൽ എന്താ കൊടുത്താല്, നൈജറിൽ എന്താ കൊടുത്താല് ഒക്കെ ശരിയാ. അതിനർത്ഥം മറ്റവൻ ഒരച്ചു കുടിക്കണം എന്നല്ലല്ലോ, അത് വേറെ. മതം മാറ്റത്തിനെ കുറിച്ച് RSSകാർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചപ്പെട്ടു. ഞാൻ കണക്കെടുത്തു കഴിഞ്ഞ ദിവസം. തിരുവനന്തപുരത്ത് ഹിന്ദു മിഷൻ വഴി 2009 ആഗസ്റ്റ് വരെയുള്ള 10 കൊല്ലക്കാലം RSSകാർ മതം മാറ്റിയത് 11,561 പേരെ. തിരുവനന്തപുരത്ത് അയ്യപ്പ സേവാ സംഘം 2009 ജൂൺ മാസം മുതൽ 3 മാസം മതം മാറ്റിയത് 5,053 പേരെ. 2009 സെപ്റ്റംബർ മാസം 15 മുതൽ 30 വരെയുള്ള 15 ദിവസം കൊണ്ട് 26 പേരെ ഞങ്ങൾ മതം മാറ്റിയെന്ന് അയ്യപ്പ സേവാ സംഘം തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാം. ആര്യ സമാജത്തിന്റെ വെബ്സൈറ്റ് പറയുന്നത് 2009 ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെയുള്ള 3 മാസം 249 പേരെ ഞങ്ങൾ മതം മാറ്റി. പ്രതിമാസം അത് 20 പേരാണ്, പ്രതിദിനം അത് 4 പേരാണ്. അതിലെല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു.
എന്ന് പറഞ്ഞാൽ മതം മാറ്റം പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയിൽ മാത്രമല്ല നടക്കുന്നത്, ഹിന്ദു സേവാ സംഘത്തിലും അയ്യപ്പ സേവാ സംഘത്തിലും ആര്യ സമാജത്തിലും നടക്കുന്നുണ്ട്. അതായത് മതം മാറ്റം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഇനി ഓരോ കാര്യങ്ങൾ ചുരുക്കി ഞാൻ പറയുന്നു. മതതീവ്രവാദികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ഭാരതീയന്റെ പര്യായ പദമാണ്, എല്ലാവരും ഹിന്ദുക്കളാവണം. അങ്ങനെയല്ല. ഭാരതത്തിന്റെ വിചാരധാരയെ പറയുന്നുണ്ട്, ഹിന്ദു എന്ന പദം ഭാരതീയൻ എന്ന പൊതുപദത്തിന്റെ ഭാഷാന്തരമായി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. നാം ഉദ്ദേശിക്കുന്ന അർത്ഥം പൂർണ്ണമായി പ്രകാശിപ്പിക്കുന്ന വാക്ക് ഹിന്ദു എന്നത് മാത്രമാണ്. വിവേകാനന്ദൻ അങ്ങനെയല്ലട്ടോ പറയണത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരു ദൈവത്തിന്റെ അരുമക്കിടാങ്ങൾ, ഒരു പാത്രത്തിൽ നിന്നുണ്ട്, ഒരു പായിൽ ഉറങ്ങേണ്ടവർ, ഒരു മരത്തിൽ വിരിഞ്ഞ കുസുമങ്ങൾ, സുഗന്ധം പരത്തുന്ന കുസുമങ്ങൾ എന്നൊക്കെ വിവേകാനന്ദൻ പറഞ്ഞു. പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. RSSന്റെ ഹിന്ദുവും വിവേകാനന്ദന്റെ ഹിന്ദുവും ഒന്നായിരുന്നില്ല എന്ന് നാം പറയണം. വിവേകാനന്ദനെ കുറിച്ച് ഒറ്റ വാചകം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഭാഗം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു വാചകമുണ്ട്, 82ാമത്തെ പേജിൽ. അവസാനം തൊഴിലാളി വർഗ ഭരണം വരും. എല്ലാവരും സമന്മാരായി ജീവിച്ചാൽ എല്ലാവർക്കും സമന്മാരായി ജീവിക്കാൻ കഴിയുന്ന കാലം വരും. വിവേകാനന്ദന്റെ വാക്ക് ഞാൻ പറയാം. അവസാനം ശൂദ്രഭരണം വരും. അതിന്റെ മേന്മ ശാരീരിക സുഖങ്ങളുടെയും സാമൂഹിക അവസ്ഥകളുടെയും സമതുലിതമായ വിതരണമായിരിക്കും. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 5ാം വാള്യം 481ാമത്തെ പേജ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താ പറഞ്ഞത്? അവസാനം തൊഴിലാളി വർഗ ഭരണം വരുന്നു. അന്ന് തൊഴിലാളി എന്ന് പറയാൻ കഴിയില്ല, ശൂദ്രന്നാ പറയാ. 902 മരിച്ചുപോയി വിവേകാനന്ദനെ. അതുകൊണ്ടാ വിവേകാനന്ദൻ പറഞ്ഞത് ശൂദ്രന്മാരുടെ ഭരണം വരും, തൊഴിലാളികളുടെ ഭരണം വരും, വർഗങ്ങളും വർഗവൈര്യങ്ങളും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ സ്വപ്നം കാണുന്ന ഭരണവും വിവേകാനന്ദന്റെ പ്രതീക്ഷയും തമ്മിൽ വ്യത്യാസമല്ല, ബന്ധമാണുള്ളത് എന്ന് നാം തിരിച്ചറിയണം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരു കാര്യം, എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഗോക്കളെ കൊല്ലുന്നത് മഹാപാതകമാണ്, പശുവിനെ അത് കൊല്ലാൻ പാടില്ലാന്ന് വിശദാംശങ്ങളെ കൊണ്ടല്ലോ. ബ്രിട്ടീഷുകാർ അത് തുടർന്നു, മുസ്ലിങ്ങൾ അത് ആരംഭിച്ചു. ഈ വിചാരധാരയുടെ 365ാമത്തെ പേജ് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് നിർത്തണം. സർവ്വദേവമയി ഗോ മാത, അത് BJP-കാരന്റെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം. സർവ്വദേവമയി ഗോ മാത എന്ന് പറഞ്ഞാൽ RSSകാർക്ക് ഗോക്കൾ അമ്മയ്ക്ക് തുല്യമാണ്. ഓനെ നോട്ടീസ് ആട്ടൊന്നും വായിക്കാൻ നേരില്ലേറ്റ. ഓനെ നോട്ടീസ് പറയുന്ന വർത്താനം ഞാൻ പറയാം, നല്ല ഹരമുള്ള വർത്താനം. ഓരോ പശുവിന്റെ ഓരോ അവയവവും വിശദീകരിക്കുന്ന ഒരു ഭാഗം ഞാൻ പറയാം. പശുവിന്റെ കാലുകളിൽ, തിളക്കമാറുന്ന കണ്ണുകളിൽ, വെളിച്ചങ്ങനായിട്ട് വൈകാസിന്റെ ഇറക്കുമൊട്ടായിട്ട് സൂര്യചന്ദ്രന്മാരിൽ, ചാണകത്തിൽ ലക്ഷ്മി ദേവി, പാവട്ടോ ചാണകത്ത് കൊണ്ടുപോയി ആക്കിയത് എന്തെങ്കിലും ആട്ടെ. കാലുകളിൽ മഹാവിഷ്ണുവും കൂട്ടിയിരിക്കുന്നു. ഗോഹത്യ നടത്തുമ്പോൾ ഈ മഹത്തായ ദൈവങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നതെന്ന് കൂടി ഓർക്കണം. അതെന്തെങ്കിലും ആട്ടെ, ഞാൻ വെക്കുക. ഇനി അടുത്ത ഹരം കേട്ടോടി കളയും. ഗോമൂത്രം എന്ന് പറഞ്ഞാൽ ഗോമൂത്രം, പശുവിന്റെ നെയ്യ്, പാല് ഇതൊക്കെ വിശദീകരിക്കാൻ നേരില്ലേറ്റ. ഗോമൂത്രത്തെ കുറിച്ചൊരു അധ്യായം പറയുന്നത് ഗോമൂത്രം കേട്ടോളിങ്ങൾ. ഗോമൂത്രത്തിൽ ഏറെ ചമ്പടങ്ങിയിട്ടുണ്ട്. ഇത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ സ്വർണമായി മാറും. 25,000 രൂപയും പണിക്കൂലിയ. ആലുക്കാസ് 5%, ബാക്കിയൊക്കെ അമ്പാടും വാങ്ങുന്നുണ്ട്. ഈ RSSന്റെ മുഖ്യ ശിക്ഷകന്റെ പരിപാടി എന്താ അറിയുന്നത്? മൂത്ത മോളെ കല്യാണ്ടായപ്പോ 2 ചമ്പ് ഗോമൂത്രം കുടിക്കും, കക്കൂസിന് പ്ലേറ്റ് വെക്കും. അവന്റെ പരിപാടി ഗോമൂത്രം കുടിച്ചാൽ സ്വർണ്ണമേ. കമ്മ്യൂണിസ്റ്റുകാരന്റെ നോട്ടീസ് അല്ലട്ടത്. സർവ്വദേവമയി ഗോ മാത, അമ്മേ ഗോമൂത്രം കുടിച്ചാൽ പള്ളയിലെത്തിയാൽ സ്വർണ്ണാവും. എന്റെ പൊട്ടന്മാരെ, നാട്ടാൻ ഗോമൂത്രത്തിന്റെ ഗുണവും ദോഷങ്ങളും പറഞ്ഞോളി. ഇല്ലാത്തത് സ്ട്രോങ്ങായി പറയണോ? അങ്ങ് എന്തിനാ സ്വങ്ങ? ഗോമൂത്രത്തിന് ഗുണം എന്ന് പറയാം. ചാണകം നല്ല സാധനമാണ്, ആയിക്കോട്ടെ, നേരാണ് വിരോധം. എന്നിട്ട് ഗോക്കളെ ഉഷാറാക്കാൻ വേണ്ടി പറയാം. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, ഗോവധം ഒരു മഹാപാപാണ്. സ്വീകരിക്കാൻ നേരിൽ എമ്പാട് സമയമായി. ഞാനൊരു വാചകം പറയാം. വാചകം കൊടുത്താൽ നിങ്ങൾ യാജ്ഞവൽക്യ സ്മൃതിയിലെ 5ാമത്തെ അനുവാദം എന്ന് പറയുന്ന ഒരു അധ്യായം, ശ്ലോകം 109. ആ ശ്ലോകത്ത് പറയുന്നതാണ് മഹോജംവ എന്ന് പറഞ്ഞാൽ വലിയ ആടിനെയോ വലിയ മുതിർന്ന കാളയെയോ. അതാണ് മഹോജംവ. അജം എന്നാൽ ആട്. അതിനെ കണക്കതാ വിശദീകരിച്ച നേരം സംസ്കൃതം കൂടി പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാവില്ല. അറബത്ത് മേലോട്ട് നോക്കിക്കും ചെയ്യും. അത് വേണ്ട. അപ്പൊ അതുകൊണ്ട് വലിയ ആടിനെയോ മുതിർന്ന കാളയെയോ സന്യാസിമാർക്ക് ഭക്ഷണമാക്കി കൊടുക്കണം. യാജ്ഞവൽക്യ സ്മൃതി 5ാം അധ്യായം 109 ശ്ലോകം. ഇനി വേറൊരു വാക്യം പറഞ്ഞില്ല.
ഇന്ദ്രൻ ശചീദേവിക്കെന്ന പോലെ ശ്രീരാമൻ ശുദ്ധമായ മദ്യം ഇത് അതെ കൈയോണ്ടെടുത്തിട്ട് സീതയെ കുടിപ്പിച്ചു. പലതരം മാംസങ്ങൾ നന്നായി വേവിച്ചും ഒരുക്കിയത് പഴവർഗ്ഗങ്ങളും രാമനും സീതയ്ക്കുമായി അനുചര വൃന്ദം ഭവ്യതയോടെ കൊണ്ടുവെക്കുകയും ചെയ്തു. പാട്ടീസ് അടിച്ചു, ചിക്കൻ അടിച്ചു, മാംസം തിന്നു, പഴവും തിന്നു. എന്താ പറയണത്? രാമായണം ഉത്തരകാണ്ഡം അധ്യായം 42 ശ്ലോകം 18, 20 ഈ 2 ശ്ലോകം. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പൗരാണിക ഭാരതത്തിലെ മഹർഷിമാരുൾപ്പെടെ ആളുകൾ മാംസം കഴിച്ചിരുന്നു. അങ്ങനെയാണ് ഉറപ്പ അനുസരിക്കുന്നില്ല. ഗോവധത്തിന്റെ മുദ്രാവാക്യം ഉയർത്തുന്നത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് ധരിക്കേണ്ട. ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രധാന ജീവിതോപാധി തുകലി വ്യവസായം. അതിന്റെ റോ മെറ്റീരിയൽ തോല, പശുവിനെ കൊന്നിട്ട് ഉപ്പിട്ട് ഉറച്ചിട്ടെടുത്തിട്ടാണ് തോലുണ്ടാക്കുന്നത്. അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുക എന്നതാണ് സവർണാധിപത്യത്തിന്റെ മുദ്രാവാക്യത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുകൂടി നാം തിരിച്ചറിയണം. ഇനി വിവേകാനന്ദൻ ഗോഹത്യയെ കുറിച്ച് എന്തു പറഞ്ഞുകൂടി പറഞ്ഞ ഭാഗം നിർത്താം. ചിക്കാഗോയിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് വിവേകാനന്ദൻ വീട്ടിൽ വന്നിരിക്കുക. കൽക്കത്തയിലെ വേലൂർ മഠത്തിൽ 5 മഹാരാഷ്ട്രയിൽ നിന്ന് RSSകാർ വന്നു. അന്ന് RSSന്റെ ഗോരക്ഷാ പ്രചാരക സമിതി വിവേകാനന്ദനോട് പറഞ്ഞു, നിങ്ങൾ ആരെയൊക്കെ പോയപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ട്. നിങ്ങളെ പ്രസംഗം ഹർഷാരവങ്ങളോടെയാണ് സദസ്സ് കേട്ടത്. അതെ, അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാൽ മാപ്പിളാരി കേൾക്കുന്ന എങ്കിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിലെ മുസൽമാനോടായി ഒരു പ്രസ്താവന വേണം. എന്താ അത്? നിങ്ങൾ ഇനി മേലാൽ പശുക്കളെ കൊല്ലരുത് എന്ന് സ്വാമിജി പറഞ്ഞ കേൾക്കും. സ്വാമിജി പറഞ്ഞു, കാക്കയ്ക്കും കാലിക്കും വേണ്ടി കുന്നുകുന്നായി ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടിയിടുന്ന കണ്ണു തുറക്കാത്ത കരിങ്കൽ ബിംബങ്ങൾക്ക് മുകളിലൂടെ നിർത്താതെ ക്ഷീരധാര നടത്തുന്ന നിങ്ങളെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ എനിക്ക് അശേഷം അനുകമ്പയില്ല, പുറത്തേക്ക് പോയിക്കോളിയും. അപ്പോ പോയ 5 ആളുകൾ വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒന്നും വായിച്ചിട്ടില്ല അല്ലേ അങ്ങ്? ആര്? സ്വാമി വിവേകാനന്ദനോട്. ഞായറാഴ്ച മൊയ്തീൻപള്ളിയുടെ ഇടയിൽ നിന്ന് വാങ്ങുന്ന 2 രൂപയുടെ 5.2 വോൾട്ടിന്റെ LED ബൾബ് സൂര്യനോട് വെളിച്ചല്ലേ? LED സൂര്യൻ പറഞ്ഞു ലേശം വെളിച്ചം കുറവാ, ഞാനിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ മറ്റേ മൊയ്തീന് ആവേശം കൂടി. അങ്ങനെയുള്ളല്ലോ, വായിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി. ആരോട്? വിവേകാനന്ദനോട്. വിവേകാനന്ദൻ പറഞ്ഞു ഞാനങ്ങനെ തൊട്ട് പഠിച്ചു വരുന്നുള്ളൂ. മനസ്സിലായി വിവരമില്ല എന്ന്. വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പറയുന്നുണ്ട് ഗോക്കൾ നമ്മുടെ മാതാക്കളാണെന്ന്. സ്വാമി ചോദിച്ചു, എങ്ങനെ? വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പറയുന്നുണ്ട് ഗോക്കൾ നമ്മുടെ മാതാക്കളാണെന്ന്. വിവേകാനന്ദൻ പറഞ്ഞു ഒന്നുകൂടി പറയും. വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും പറയുന്നുണ്ട് ഗോക്കൾ നമ്മുടെ മാതാക്കളാണെന്ന്. ഈ വിവേകാനന്ദനെ പറയാം. വിവേകാനന്ദൻ പറഞ്ഞെന്തറിയും? നേര് മാട് തന്റെ മാതാവാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, അല്ലാതെ ഇത്ര കേമന്മാരായ മക്കളെ മറ്റാര് പ്രസവിക്കാൻ. എന്റെ മഹന്മാരെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മൂരി കുട്ടികളാണ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വോള്യം 6 പേജ് 5. നേര് മാട് തന്റെ മാതാവാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു, അല്ലാതെ ഇത്ര കേമന്മാരായ മക്കളെ മറ്റാര് പ്രസവിക്കാൻ. BJPക്കാർക്ക് പശുവിനെ കണ്ടാൽ അമ്മയെ ഓർമ്മ വരും. പശുവിനെ കണ്ടാൽ അമ്മയെ ഓർമ്മ വരുന്നവർക്ക് മൂരിയെ കണ്ടാൽ അച്ഛനെയും ഓർമ്മ വരും. അതൊരു മാനസിക രോഗമാണ്, അടിയന്തരമായി ചികിത്സിക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതാ പ്രശ്നം. ഗോവധം നമ്മൾ വിടുക. ഇനി പൗരാണിക ഭാരതത്തിലെ മുസ്ലിം രാജാക്കന്മാർ ഹിന്ദു പള്ളി പൊളിച്ചു, ഹിന്ദു ക്ഷേത്രം പൊളിച്ചു. മാപ്പിള രാജാക്കന്മാരെ നമ്മുടെ അമ്പലം പൊളിച്ചു. അതാ ടീച്ചറുടെ പ്രസംഗം. ശരിയാണത്. ഒരു വാചകം കൂടി ചേർക്കണം. പൗരാണിക ഭാരതത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചവരുടെ കൂട്ടത്തിൽ ഹിന്ദു രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ജമ്മത്ത് കൊല്ലാണ് ഈ ടീച്ചറെ കൊണ്ടൂല. പണ്ട് നമ്പൂരി പോലീസ് പിടിച്ചു, പശുവിനെ കട്ടിട്ട. നമ്പൂരി എസ്ഐനോട് പറഞ്ഞു കേസെടുക്കരുത്. എസ്ഐ ചോദിച്ചു എന്തേ? ഞാൻ റോട്ടിന്റെ അറ്റത്ത് കണ്ട കയറിന്റെ അറ്റത്താ പിടിച്ചു, അറ്റത്ത് പയ്യുള്ളത് ഞാൻ അറിയില്ല. അതാ പരിപാടി. ഹിന്ദു ക്ഷേത്രം പൊളിച്ചവർ രാജാക്കന്മാർ ഹിന്ദുക്കളുണ്ട്. അലാവുദ്ദീൻ ഖിൽജി, ഔറംഗസീബ്, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി, ടിപ്പു സുൽത്താൻ, അക്ബർ, ഇത്ര മുസ്ലിം രാജാക്കന്മാരുണ്ട്. റാണാ പ്രതാപ് സിംഗ്, രാജാ പ്രതാപ് സിംഗ്, ചന്ദ്രഗുപ്ത മൗര്യൻ കഴുത്തറ്റ് കിടക്കുന്ന പാപങ്ങളെ കണ്ട് മതം മാറി ബുദ്ധമതത്തിലേക്ക് ചേർന്ന് നല്ല കുട്ടിയാവുന്നതിന് മുമ്പ് അശോക ചക്രവർത്തി ഇവരെല്ലാം അമ്പലം പൊളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അമ്പലം പൊളിച്ചെന്നറിയോ പ്രിയപ്പെട്ടവരെ? അവിടെ നിൽക്കുന്ന സരസ്വതിയോട് ടിപ്പു സുൽത്താന് ദേഷ്യം ഉണ്ടായിട്ട് ഇടത്തോട്ട് ഇങ്ങനെ ഊര വെച്ച് നിൽക്കുന്ന സരസ്വതിന്റെ ഊരക്ക് ചവിട്ടി വലത്തോട്ടാക്കിയതല്ല. മൈസൂരിൽ വരുമ്പോഴേ പണ്ടത്തെ ആരാധനാലയങ്ങൾ, വിശേഷ ഹിന്ദു ദേവാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്നതിലുമപ്പുറം അനർഘമായ സ്വത്തിന്റെ നിധികുംഭങ്ങളായിരുന്നു. അത് കണ്ടിട്ടാ പൊളിച്ചത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ള നിലവറ 6, 2.25 തുറന്നിട്ടുള്ളൂ. തുറക്കടയുടെ കണക്കെടുക്കാൻ സുപ്രീം കോടതിയിൽ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. റിസീവർ എന്നാ പറയാ, CV ആനന്ദബോസ് IAS. അത് തിങ്കളാഴ്ച പണിക്ക് വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച പിന്നെ പണിക്ക് വരിക. വെള്ളിയാഴ്ച അല്ല, പത്രക്കാർ വിട്ടുകൊടുത്തു, ഇയാൾ പണിക്ക് വരുന്നില്ല. സുപ്രീം കോടതി വിളിച്ചു, എന്താണ്ടാ പണിക്ക് വരാത്ത?
കണ്ണീര് കൊണ്ട് കാല് കെട്ടിപ്പിടിച്ചിട്ട് കഴുകിയിട്ട് പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിയോട്, സാർ പണിക്ക് വരാൻ പോയിട്ടില്ല. പിന്നെന്താ, ശമ്പള ഭവനിൽ പണിയെടുക്കണ്ടേ? എടുക്കാം സാർ, എന്താ വരാത്തത്? തിങ്കളാഴ്ച രാവിലെ ഞാൻ അവിടെ പോയി, നിങ്ങൾ നോക്കണം എന്നല്ലേ പറഞ്ഞ് കണക്കൊക്കെ എടുക്കണമെന്നല്ല. അതെ, ആദ്യത്തെ നിലവറ തുറന്നു, എന്നിട്ടോ ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ 16 ദിവസം അൽസലാമ കണ്ണാശുപത്രിയിൽ മരുന്നിട്ടിച്ച് കിടക്കുക. അള്ളാ, എങ്ങനെയുണ്ട്? കണ്ണ് മയിൽത്ത് പോയിന്ന്. ആനച്ചങ്ങല, തേങ്ങച്ചങ്ങല, വെള്ളേരി, കുന്തം, കുറച്ചക്കട ഒക്കെ സ്വർണം കൊണ്ട. CV ആനന്ദ ബോസല്ല, ദുഃഖാനന്ദ ബോസ് നോക്കിയാൽ കണ്ണ് വീതിച്ചോളി. ഇതായിരുന്നു പൗരാണിക ഭാരതത്തിലെ ക്ഷേത്രം. അതുകൊണ്ടാണ് കൊള്ളയടിച്ചത്. സംശയമുള്ള RSSകാർക്കല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് വായിക്കാൻ ഞാൻ പുസ്തകം പറയാം. അർത്ഥശാസ്ത്രം, കൗടില്യൻ, ചാണക്യെന്നും പേരുണ്ട്, അത് എഴുതിയ ആള്. പൗരാണിക ഭാരതത്തിലെ ഹിന്ദു രാജാക്കന്മാർ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് എഴുതിയ പുസ്തകം അത്. അതിൽ 8ാമത്തെ അധ്യായം ഇങ്ങനെയാണ്: രാജ്യവിസ്തൃതി ലക്ഷ്യം വെച്ച് യുദ്ധം ജയിക്കുന്ന രാജാവ് കീഴ്പ്പെടുത്തിയ ഭൂപ്രദേശങ്ങളിലെ അമ്പലങ്ങൾ കൊള്ളയടിക്കണം. എങ്ങനെ? ഗണപതി ഹോമത്തിനും പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കണം എന്നല്ലോ, കൊള്ളയടിക്കണം. സ്വത്തുവകകൾ കവർന്നെടുക്കണം, സ്വന്തം ഖജനാവിലേക്ക് മുതൽ കൂട്ടണം. ഇതിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് തീർച്ചപ്പെടുത്താൻ, നിശ്ചയിക്കാൻ, ഉറപ്പിക്കാൻ, കണക്കെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അയാളുടെ പേര് ദേവോത്പദം നായകൻ എന്നാവണം. സംസ്കൃതത്തിൽ ദേവോത്പദം നായകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അമ്പലം കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന മുതലൊക്കെ അവനാന്റെ ഖജനാവിൽ വെച്ച് കൂട്ടിയിട്ട് താക്കോൽ ഊരക്ക് തിരികുണ്ടോ നോക്കാനുള്ള മുതലാളി എന്നാ മലയാളം. അമ്പലം കൊള്ളയടിച്ചവരിൽ ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. രണ്ടാമത്തെ ആക്ഷേപം എന്താ? മാപ്പളാര പള്ളിയിൽ നിന്ന് ₹1 വാങ്ങണില്ല ഗവൺമെന്റ്. ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ കയ്യിട്ട് വാഴുകയാണ് ഗവൺമെന്റ്. കേൾക്കുമ്പോൾ DYFI സഖാവിന് പോലും ബേജാറ് തോന്നുക. എന്തിന് പോവുകയാണ് നമ്മൾ ചിന്താവാതെ വിളിക്കാൻ തോന്നിപ്പോവൂലേ? തോന്നണ്ട. ശരിയാണോ അത്? പൂർണ്ണമായും ശരിയാ ചെയ്യണത്. എന്തുകൊണ്ടാ? പ്രിയപ്പെട്ടവരെ, പൗരാണിക കേരളത്തിലെ ഭാരതത്തിലെ ഒരു ഹിന്ദു ക്ഷേത്രവും നാട്ടുകാരുണ്ടാക്കിയിട്ടില്ല, ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ രാജാവ്. ഇങ്ങനെ രാജാവിനുണ്ടാക്കാൻ പൈസ ചെയ്ത് നാട്ടുകാരിൽ നിന്ന് കരം പിരിച്ച് ഖജനാവിൽ വെച്ചു. ഹിന്ദു, മുസൽമാൻ, വിശ്വാസി, അവിശ്വാസി എല്ലാവരും എടുത്തുന്നു. അത് കരപ്രമാണിമാർ വരുമ്പോ അവർക്ക് കൈയയച്ചു കൊടുത്തു. അതെടുത്തിട്ട് അമ്പലം ഉണ്ടാക്കിയത്. അടിയാളന്റെ അടുക്കള മുറ്റത്ത് വളർന്നു നിൽക്കുന്ന തേക്ക്, വീട്ടി, മഹാഗണി, പ്ലാവ് ഇതൊക്കെ സമ്മതം ചോദിക്കാതെ മൂടോടെ മുറിച്ചുകൊണ്ടുവച്ച മൂലക്കാരും എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടേതാണ് അമ്പലം, ഗവൺമെന്റിന്റേതാണ് സഹായം. 1947 ഇന്ത്യ സ്വതന്ത്രമായി. സർദാർ പട്ടേൽ നാട്ടുരാജ്യങ്ങളെ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു. നാട്ടുരാജാക്കന്മാരില്ലാതായി. ബ്രഹ്മസ്വം സ്വത്തുക്കൾ ദേവസ്വം സ്വത്തുക്കളായി. ബ്രഹ്മസ്വം സ്വത്തുക്കൾ ദേവസ്വം സ്വത്തായപ്പം ദേവസ്വം ബോർഡുണ്ടായി, പള്ളിസ്വം ബോർഡുണ്ടായില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദേവസ്വത്തിൽ നിന്ന് പണം വാങ്ങുന്നത്, അതുകൊണ്ടാണ് പള്ളികളിൽ നിന്ന് പണം വാങ്ങാത്തത് എന്ന് നാം തിരിച്ചറിയണം. മൂന്നാമത്തെ ആക്ഷേപം എന്താ? മാപ്പിളാർക്ക് ഹജ്ജ്. ഞങ്ങളുടെ ഭാഷയല്ലോ ഈ മാപ്പിളാര്. ടീച്ചറെ ഭാഷ പറയുമ്പോൾ അത് പറയാൻ സുഗന്ധി ഏൽപ്പിച്ച. മാപ്പിളാർക്ക് ഹജ്ജിന് പോകാൻ വാരിക്കോരി കൊടുക്കുകയാണ്. അമ്പലത്തിൽ പോകാനോ ശബരിമലയിൽ പോകാനോ കട്ടൻ ചായ കൊടുക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ ഇവിടെ ബേജാറാവുക. DYFIന്റെ പാലകുടുംബ യൂണിറ്റ് സെക്രട്ടറിയുടെ പേര് അബ്ദുറഹിമാൻ, പ്രസിഡന്റിന്റെ പേര് അരവിന്ദാക്ഷൻ. അങ്ങനെ വിചാരിച്ചോളി. അബ്ദുറഹിമാന്റെ ബാപ്പ കുഞ്ഞാലിക്ക ഒരു 3 പ്രാവശ്യം ഹജ്ജിന് പോയി, പൈസ എത്തിയിട്ടുണ്ട്. അരവിന്ദാസിന്റെ അച്ഛൻ കുഞ്ഞാണ്ടിയേട്ടൻ 18ാം പട്ട വെച്ചിട്ട് കഴിഞ്ഞല്ല ഇറങ്ങിയതാ ശബരിമലയിൽ നിന്ന്. ഒരു ദിനേശ് കൂലിന്റെ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ഇവർ രണ്ടാളും കമ്മിറ്റി കൂടുവോ? ഇല്ല. അതാ പ്രശ്നം. മാപ്പളയും ഹിന്ദും കൂടി നിൽക്കണ്ട. അരവിന്ദാക്ഷ അബ്ദുറഹിമാന്റെ അടുത്ത് നിൽക്കണ്ട. കാരണം ഓന്റെ വാപ്പക്ക് പൈസ ഉണ്ട്, എന്റെ അച്ഛൻ അരപ്പൈസ ഇല്ല. അതാണ് ടീച്ചറെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കും തോന്നുക വല്ലാത്തൊരു ഗവൺമെന്റ് തന്നെ ഇട്ടത്. എന്താ സത്യം? ഹജ്ജ് തീർത്ഥാടനത്തിന് സബ്സിഡി കൊടുക്കുന്നതിന് ചരിത്രമുണ്ട്. ഇതിലേക്ക് പോകാൻ നേരമില്ല. കപ്പലിലായിരുന്നു പണ്ട് ഹജ്ജിന് പോയിരുന്നു. ലോകത്തെല്ലായിടത്തും, കേരളത്തിലും അങ്ങനെ. യാത്രാ സൗകര്യം വിമാനത്തിലേക്ക് മാറി. സൗകര്യം നോക്കി ആള് കടം വാങ്ങിയാണെങ്കിൽ വിമാനം ഉപയോഗിച്ചു. ഹജ്ജ് സബ്സിഡി ചെറിയൊരു ആനുകൂല്യം കപ്പലിൽ കിട്ടിയിരുന്നു. വിമാനത്തിൽ തുടങ്ങിയപ്പോൾ അത് കിട്ടിയില്ല. കപ്പൽ നിർത്തി വിമാനം തുടങ്ങി. അവിടെ ഉള്ളത് പോയി, ഇവിടെ ഉണ്ടായില്ല. അറ്റത്തുള്ളത് ഏന്തിയപ്പോൾ കക്ഷത്തുള്ളത് പോയി. നിലവിളിയായി, നിവേദനായി, നിയമമുണ്ടായി. നിയമം ഒറ്റ വാദ്യത്തെ പറയാം, നേരില്ലേറ്റ നിയമത്തിലെല്ലാം ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന സകല മതവിശ്വാസികൾക്കും യാത്രാ ചെലവിന്റെ ഒരു ഭാഗം സബ്സിഡി നൽകും. ഇതാ നിയമം. പാചകം ശ്രദ്ധിക്കണേ. ഇന്ത്യക്ക് പുറത്തേക്ക്, അകത്തേക്കല്ല, തീർത്ഥാടനത്തിന്, കച്ചവടത്തിനല്ല, പോകുന്നവർക്ക് യാത്രാ ചെലവിന്റെ ഒരു ഭാഗം, മുഴുവല്ല, സകല മതക്കാർക്കും എല്ലാവർക്കും ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. അതാ നിയമം. ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. 2012
മെയ് മാസം 8-ാം തീയതി 5-അംഗ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞു ഇനി ആ കച്ചവടം വേണ്ട. ഉസ്താദ് ഹോട്ടലിലെ സിനിമന്റെ പാട്ടല്ല, കൂട്ടിക്കാളീന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കൊടുക്കണ്ടെന്ന് പറഞ്ഞ് 616 കോടി കൊടുത്ത ലാഭമായി. അപ്പൊ BJP-ക്കാർ പോലോ ഭാരത് മാതാക്കി 616 കിട്ടിയും. അപ്പൊ സുപ്രീം കോടതി അടുത്ത വിധി മാലാമാലാക്കി എന്നല്ല ചെല്ലേണ്ടത്, പൈസ എടുത്ത് മുസ്ലിം പെൺകുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയും പണം അടച്ചു കൂടി. അങ്ങനെ നിങ്ങൾ വലിയ വലിയ ഫുട്ബോളർമാരൊക്കെ ബോളുമായിട്ട് ഗോൾ മുഖത്തേക്ക് ഓടുമ്പോൾ അനുയായികൾ ആളറിഞ്ഞു നീക്കും. അടിച്ച പോസ്റ്റിന് പുറത്തു പോയാലോ പറഞ്ഞാൽ കുത്തിരിക്കും. അതെന്നെ ഏർപ്പാട്. 616 കോടി രൂപ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. തീർന്നോന്റെ കാഴ്ച അതോടെ കോട്ടെ. ഇനി ഹജ്ജ് സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കഴിഞ്ഞ കൊല്ലം കരിപ്പൂരിൽ നിന്ന് മക്കത്തേക്ക് ഒരു തീർത്ഥാടകനായ ഹജ്ജാജി പോകണമെങ്കിൽ അന്നത്തെ ദിവസം കൊടുക്കേണ്ടിയിരുന്ന നിലവിലുണ്ടായിരുന്ന ചാർജ് 17,500 വിമാനക്കൂലി. കൊടുത്തത് 54,000. എത്ര? 54. എന്തായാലും പറയാ പീക്ക് പീരീഡിലെ ചാർജ് എന്നാ. തിടുക്കള്ളപ്പം വാങ്ങാൻ അണ്ണാക്ക് പിടിച്ചു വയ്ക്കുന്ന പൈസ. അങ്ങനെയാ. നിങ്ങൾ RP മാളിൽ സിനിമ കാണാൻ പോയിട്ടുണ്ട്. ഞങ്ങളെ കിടക്കിടക്ക് പോകലുണ്ട്. തിങ്കളാഴ്ച പോയാൽ 100. ഞായറാഴ്ച ഒരു ദിവസം ഞാനും സഖാ കൂടി ചെന്നാ പറഞ്ഞു 125 വേണം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച അത് കുട്ടികളുടെ കൂടിയപ്പോൾ എന്നെ തിരക്കുള്ള സമയം 125 കയറിയാതി. അങ്ങനെ RP മാളിലെ ടിക്കറ്റ് നമ്മളെ പണ്ടത്തെ പൊളിച്ചുപോയ ശ്രീകൃഷ്ണനും പൊളിച്ചുപോയി പൂട്ടിപ്പോയ ദീപയിലൊന്നുള്ള ഇതിലല്ല, ഒരു ദിവസത്തെ കൂലിയല്ല വിറ്റേന്ന്. തിരക്കുള്ളപ്പോൾ കൂടുതൽ വാങ്ങുക. അതാ പീക്ക് പീരീഡ്. 6 റുപ്യ കൊടുത്താൽ ഇന്നത്തെ കാലത്ത് മാത്രക്കി. വിമാനത്തിൽ പോകുമ്പോൾ അങ്ങനെയല്ല. ഇന്ന് 6 നാളെ 16. അങ്ങനെയാ. അപ്പോ ഹജ്ജ് തീർത്ഥാടന കാലത്ത് തിരക്കുണ്ടാവുമ്പം ഇന്ത്യൻ എയർലൈൻസും ജെറ്റ് എയർവേസും സ്വകാര്യക്കാരനും പൊതുമേഖലക്കാരനും കഴുത്ത് പിടിച്ചു നിൽക്കും, പിഴിയും. അപ്പം ഗവൺമെന്റ് നിലവിളിച്ചു. ആകെ പ്രശ്നമായി. ഗവൺമെന്റിനോട് സങ്കടം പറഞ്ഞു. അപ്പോഴാണ് സബ്സിഡി കൊടുത്തത്. എന്നാ പറഞ്ഞു മനസ്സിലായില്ലേ? 17,500 പോകാൻ കഴിയുന്ന ഹജ്ജാജിക്ക് ഒരു മുസ്ലിം തീർത്ഥാടകന് 54,000 പീക്ക് പീരീഡ് ചാർജ് വാങ്ങുന്നു. തിരക്കുള്ള സമയത്ത് ഉള്ള ചാർജ് വാങ്ങുമ്പോ അതിനെ ഒന്ന് താങ്ങി കൊടുക്കുന്നതാണ് സബ്സിഡി. അതാ കൊടുക്കുന്നത്. പോട്ടെ. ഇനി ഇന്ത്യയിൽ നിന്ന് തീർത്ഥാടനത്തിന് പുറത്തേക്ക് പോയാലേ ഇത് കിട്ടും. ശബരിമല, മുത്തപ്പങ്കാവ്, ചോറ്റാനിക്കര, ഗുരുവായൂര്, വൈക്കം, ഏറ്റുമാനൂര് ഇതൊക്കെ ഇന്ത്യയിലാ. പുറത്തില്ല. ഉറങ്ങണതിനനുസരിച്ചല്ലേ കൂർക്കം വലിക്കുക. ഇന്ത്യയിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. മക്കത്തെ കയർ ഇന്ത്യക്ക് പുറത്താണേ. അപ്പൊ സംശയം, ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കൾക്ക് തീർത്ഥാടന കേന്ദ്രമില്ലേ? ഉണ്ട്. അവിടേക്ക് പോയാൽ കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലോ. അത് ടീച്ചറും ഉണ്ടോ? ഉണ്ടൂല. കൊണ്ടുവച്ച പിന്നെ ടീച്ചറായി കൊണ്ടെടുക്കുമോ? അതാ പ്രശ്നം. മാനസ സരോവരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ കണക്കെടുത്തു. 2012 ഡിസംബർ 31 വരെ ഇന്ത്യയിൽ നിന്ന് മാനസ സരോവരത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആകെ പോയവരുടെ എണ്ണം 10,042. കേരളത്തിൽ നിന്ന് 12. സുഹൃത്തുക്കളെ, സഖാക്കളെ, കേൾക്കുന്ന RSS സ്നേഹിതന്മാരെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പറയാണ്. 2012 ഡിസംബർ മാസം 31 വരെ ഇന്ത്യക്ക് പുറത്തുള്ള മാനസ സരോവരത്തിലേക്ക് ഇവിടെ നിന്ന് തീർത്ഥാടനത്തിന് പോയ 10,042 ഹിന്ദു തീർത്ഥാടകർക്കും ഹജ്ജാജിമാർക്ക് കൊടുക്കുന്നത് പോലെ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട തീർത്ഥാടകർ. അങ്ങനെ അതിൽ RSS കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. എന്താ ടീച്ചർ ഇത് മുണ്ടാട്ടത്? മുൻപിയാ പിന്നെ കച്ചവടം കൂട്ടിപ്പോവും. അതുകൊണ്ടാ എന്തേത് പറയാതിരിക്കുന്നത് നമുക്ക് ചോദിക്കാൻ കഴിയണ്ടേ? വേണം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഭാഗം നിർത്താം. ഇനി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് മോശമാണ്. എല്ലാ മതക്കാരുടെയും പൈസ എടുത്തിട്ട് ഇവനിങ്ങനെ തിന്നാൻ കൊടുക്കുക. അതാ ടീച്ചറുടെ പ്രസംഗം. എങ്കിൽ എന്റെ ടീച്ചറെ, നിങ്ങൾ 6 കൊല്ലം ഭരിച്ചിരുന്നില്ലേ? അന്നത് നിർത്തിക്കൂടായിരുന്നോ? ഭഗവാനെ, നിങ്ങൾ 6 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാലോ, കൈകൊണ്ട് എത്ര ആരെങ്കിലും തോട്ടിട്ട് ഓടി കളിക്കോ? കൈകൊണ്ടിട്ട് പറിക്കല്ലാതെ. മേലെ ചെന്ന് മഞ്ഞിങ്ങ മുറിഞ്ചിട്ട് ആരെങ്കിലും കട്ടെടുത്ത് താഴത്തുന്നത് കൊള്ളണില്ല, ഉയരം കൂടിപ്പോയി. ഉരുണ്ടിങ്ങട്ട് ഇറങ്ങിയാൽ പോലെ കൊയിലേറ്റക്കാരെ മതി. കൈകൊണ്ടെത്തുന്നതാരും തോട്ടിയെട്ടി പറിക്കാറില്ല. മുരുണ്ടി വെച്ചതാരും താഴെന്ന് കല്ലെടുത്തെറിയാറില്ല. 6 കൊല്ലക്കാലം 1998 മുതൽ 2004 മെയ് മാസം 17 വരെ ഇന്ത്യ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ RSS ആണ്. അടൽജി, മനോഹർ ജോഷിജി, അഡ്വാൻജി, രാജഗോപാൽജി, വടക്കത്ത് ചുറ്റിടും പോലെയുള്ള ജി കൂട്ടല്ലോ പുറപ്പുറവും ഇവരൊക്കെയാ ഭരിച്ചത്. 1/2 പൈസ കുറച്ചോ? നയാ പൈസ കുറച്ചോ? കുറച്ചില്ലെന്ന് മാത്രമല്ല, 6 കൊല്ലത്തിനിടയിൽ 2 കൊല്ലം കൂടുമ്പോൾ ക്രമപ്രവൃത്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് ഇംഗ്ലീഷ് പറയും, പടിപടിയായി എന്ന് പച്ച മലയാളത്തിൽ പറയും, 3 തവണ കൂട്ടി ഹജ്ജ് സബ്സിഡി. ആര്? അഡ്വാനിയുടെ ഗവൺമെന്റ്. എന്റെ മാപ്പിളാർക്ക് കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കണ്ട, കൂട്ടാതെന്നൂടെ നിങ്ങൾക്ക്? നാട്ടുകാരെ പറ്റിക്കിയത് എന്താ കൂട്ടാൻ കാരണം എന്നറിയോ? എന്താ കുറയ്ക്കാതിരുന്നതെന്നറിയോ? ടീച്ചർക്ക് ഇവിടെ പ്രസംഗിച്ചാൽ മതി. അഡ്വാനിക്ക് ഭരണം കൊണ്ടുപോകണം, വാജ്പേയിക്ക് ഭരണം മുന്നോട്ട് പോകണം. എന്താ സ്ഥിതി?
RSSന്റെ ഭരണത്തിൽ 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു. മുഷ്താഖ് അബ്ബാസ് അലി നഖ്വി, മുഹമ്മദ് സിക്കന്ദർ ബത്ത്, സയ്യിദ് ഷാനവാസ് ഹുസൈൻ. 3 മുസ്ലിമാ. അവരും കൂടി നീറ്റുന്ന് പിന്തുണച്ചാലേ ക്യാബിനറ്റിലെ തീരുമാനം, മന്ത്രിസഭാ തീരുമാനം പാർലമെന്റിൽ പാസ്സാവുള്ളൂ. ഇല്ലെങ്കിലോ ഗവൺമെന്റ് പിടിക്കാൻ പോകും. അപ്പൊ അഡ്വാനി കരളറപ്പിച്ച് പിടിക്കുക. ഷാനവാസ് ഹുസൈൻ, അതുപോലെ തന്നെ മുഹമ്മദ് സിക്കന്ദർ ബത്ത്, ചങ്ങാതിമാരെയൊക്കെ കൂട്ടി പിടിക്കുക. ടീച്ചർക്ക് ഇവിടെ പാതാളമ്പക്കാരൊന്ന് പ്രസംഗിച്ചാൽ മതി. കല്യാണത്തിന് ചില ആൾക്കാർ കണ്ടില്ലേ, വെള്ളയും വെള്ളി ഇട്ടെന്നിട്ട് സാമ്പാർ വിളമ്പാൻ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടാവില്ല. പല്ല് ചക്കക്കയിൽ മുക്കിയിട്ട് ഇവിടെ വിളമ്പ ഇല്ല. വെപ്പാര് നായിന്റെ മോനെ വിളപ്പല്ലേ എന്നാ പറയും. അന്നേരം വെക്കാനിവനാണേ, ഓന് വിളമ്പാണ്ട് പോയാൽ മതി പുരയിൽ. ആ അടുക്കളയറിയാതെ, പാത്രമറിയാതെ, കയ്യിലിൽ നിറച്ചു മുക്കി വിളമ്പി കൊടുക്കുന്ന വിളമ്പുകാരനെ പോലെയായിരുന്നു ടീച്ചറെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് മോശമാകുമോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വെക്കുക. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് RSSകാർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദു DYFIക്കാരനെ, അതാ ഞാൻ നേരത്തെ വായിച്ചൊരു കത്ത്, ഞങ്ങളുടെ സഖാവ് പാർട്ടി മെമ്പർ സഖാവ് CT ഗിരീഷ്, അയാൾ അവിടുത്തെ അമ്പലത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്, പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. അയാൾ CPIMന്റെ DYFIയുടെ പ്രവർത്തകനാണ്. ഭഗവതിക്ക് പൂജ നടത്തി തിരിച്ചു വന്ന ആ നിമിഷം അരിക്ക് വില കുറയണം എന്ന് പോസ്റ്റ് ഓഫീസിലെ മുദ്രാവാക്യം വിളിക്കാൻ ഈ സഖാക്കളുണ്ടാകും. അതാണ് നമ്മളുടെ വ്യത്യാസം. മനസ്സിലായോ? അവിടെയാണ് വ്യത്യാസമുള്ളത്. അതാണ് ഞങ്ങളുടെ ദൈവപൂജ, അതാണ് ഞങ്ങളുടെ ഈശ്വര ചിന്ത. ആ നിലപാടിലേക്ക് RSSകാർ വരണം. ഞാൻ വിശദീകരിക്കുന്ന നേരം പോകും. അതുകൊണ്ട് ഹജ്ജ് സബ്സിഡിയുടെ കാര്യം അക്കാര്യത്തിൽ അങ്ങനെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം. പിന്നൊരു കാര്യം പറഞ്ഞു നിർത്താൻ വളരെ ഉണ്ട്. മാപ്പിള പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് നാട്ടുകാരെ പൈസ എടുത്തിട്ട്. ടീച്ചറെ പ്രസംഗം, ഹിന്ദു കുട്ടിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഞാൻ കണക്കെടുത്തു കഴിഞ്ഞ ദിവസം. ഇന്ത്യ രാജ്യത്ത് ആകെ ഗവൺമെന്റ് ചെലവഴിക്കുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് കൊടുക്കുന്ന പണം ഒരു കൊല്ലം കഴിഞ്ഞ 2012 ചെലവഴിച്ചത് 205 കോടി രൂപയാണ്. ഇന്ത്യയിൽ ആകെ വിദ്യാർത്ഥികൾക്ക് ജാതി മതമൊന്നും നോക്കാതെ ആകെ ചെലവഴിച്ച പൈസ 205 കോടി. മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് ആകെ കൊടുത്തത് 21 കോടി. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയൊക്കെ ഹിന്ദുക്കൾക്കാ കൊടുത്തതെന്ന. അത് തെറ്റാണോ? അല്ല, ഹിന്ദുക്കൾ അവിടെ കൂടുതൽ. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ റോഡ് വെട്ടാൻ നോക്കുമ്പോൾ 2 സെന്റുള്ളവർ കുറച്ച് സ്ഥലല്ലേ പോവുള്ളൂ, 16 ഏക്കറുള്ളവർ കുറച്ച് ദൂരെ പോകും. വലിയ അപകടം പറഞ്ഞിട്ടായിരുന്നോ? ഇല്ല, ഹിന്ദുക്കളാണ് കൂടുതൽ. അതുകൊണ്ട് അവർക്കാണ് കുട്ടികൾ കൂടുതൽ, അവർക്ക് കൊടുക്കുന്നുണ്ട്. ഹജ്ജ് സബ്സിഡിയെ പോലെ സ്കോളർഷിപ്പിന്റെ പ്രസ്ഥാനവും ഇങ്ങനെ പറയാം. ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുക. ടീച്ചറെ പ്രസംഗം കേട്ടില്ല നിങ്ങൾ? മാപ്പിളാർ കലിഘട്ടിൽ ഒരു സർവകലാശാലയുണ്ട്. അടച്ചോനെ, ബനാറസിൽ ഹിന്ദുക്കൾക്ക് സർവകലാശാല ഉണ്ട് എന്ന് പറഞ്ഞാലോ അതും തെറ്റാ. മറ്റോ NDF പറയും, RSS പറയും. ഞങ്ങളത് പറയാറില്ല. അലിഗഡിലെ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ബനാറസിലെ ഹിന്ദു സർവകലാശാലയിലും പ്രവേശനം മതം നോക്കിയല്ല, മാർക്ക് നോക്കിയാണ്. അലിഗഡിൽ അധ്യാപകരും അനധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും ആകെ കണക്കെടുത്താൽ അമുസ്ലിങ്ങളാണ് കൂടുതൽ. കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്തു. അമുസ്ലിങ്ങളാണ് കൂടുതൽ. മാർക്ക് നോക്കിയാണ് മാനദണ്ഡം നിശ്ചയിക്കുന്നത്, പ്രവേശനം അനുവദിക്കുന്നത്, മതം നോക്കിയല്ല എന്ന് നാം തിരിച്ചറിയണം. പിന്നെയോ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പേരുള്ളതുകൊണ്ട് എങ്ങനെയാ മാപ്പിളാരതാവുക? അങ്ങനെ കോഴിക്കോട് താഴെപ്പാളയത്തുള്ള അയോധ്യ ചൊല്ലൊരു രാമകുട്ടി കുറുപ്പിന്റെ ആവും. അങ്ങനെയുണ്ടോ? അതില്ലാന്ന്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മെക്കയാണ് പൊന്നാനി. പൊന്നാനി MLA മണ്ഡലം അവിടെ. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ MLAന്റെ പേരെന്താ? പൊന്നാനി മുസ്ലിങ്ങളുടെ മെക്കയാണെന്നുള്ള അബൂബക്കർ, അഷറഫ്, മുജീബ്, മുസാഫർ, മുനീർ, മുസ്തഫ അല്ല, സഖാവുദ്ദീ ശ്രീരാമകൃഷ്ണൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ നേതാവ്. കേരളത്തിലെ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്ര നഗരമാണ് ഗുരുവായൂർ. അവിടെ MLA ഉണ്ട്. ആ MLAന്റെ പേരെന്താ? ദാമോദരൻ നായർ, ചാത്തുക്കുട്ടിക്കുറുപ്പ്, കരുണാകരൻ മേനോക്കി, മാധവ മേനോൻ, ത്രിവിക്രമൻ നമ്പൂതിരി അല്ല, സഖാവ് KV അബ്ദുൽ ഖാദർ. ഭഗവാനെ, നമ്മുടെ നേതാവ് അരിവാൾ ചുറ്റിക. ഇതിനകത്ത് മതം നോക്കിയിട്ടല്ല, പേര് നോക്കിയിട്ടല്ല, മാനവികതയുടെ പക്ഷത്താരുണ്ട് നിൽക്കാൻ എന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. കള്ളത്തരം പറഞ്ഞ് നാട്ടുകാരെ സ്വീപ്പാക്കുക. പിന്നെന്താ? ജനസംഖ്യ കൂടുകയാണ്, മാപ്പിളാര് വെച്ചു വരികയാണ്, ഹിന്ദുക്കൾ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ്. കേൾക്കുമ്പോൾ നമ്മളെ സഖാക്കൾക്കും തോന്നുക, അടച്ചോനെ സ്വീപ്പാവും നമ്മള്. മാപ്പിളാര് ഇങ്ങനെ കൂടിപ്പോയാൽ, ശശികല ടീച്ചറെ പ്രസംഗ, ഇങ്ങനെ പോയാൽ 5 കൊല്ലം കൊണ്ട് മുസ്ലിം നിന്ന് മൂത്രമൊഴിച്ചാൽ മാപ്പിള ഒഴിച്ചു പോകും. ജപ്പാൻ കുടിവെള്ളപ്പതിന് പൈപ്പിൽ വെച്ച് വയ്ക്കുകയാണ്. എന്താ പറയുന്നത്? RSSന്റെ മുഖ്യ ശിക്ഷകർ ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ പൈപ്പ് എടുത്ത് കൈമാൻ അങ്ങാടി ഒഴിക്കുക. മുസ്ലിങ്ങൾ ഒഴിച്ചു മൂത്രം ഒഴിച്ചാൽ ഹിന്ദുക്കൾ ഒഴിച്ചു പോവുക. ചിരിച്ചു തള്ളാനുള്ളതല്ല ഇത്. എന്നാൽ പുതിയാപ്പയെന്ന് ഒരു RSSന്റെ നേതാവിന്റെ പ്രസംഗം, പാത്തുമ്മ 10 പ്രസവിക്കും, കല്യാണി 2 കാലാണ്. അടച്ചോനെ, 3/4 വളരെ പിന്നെ സ്ട്രോങ് ആയിക്കോട്ടേക്ക് പറഞ്ഞാൽ 2 കാലാണ്, 3 പറഞ്ഞാൽ മതി. സോഫ്രൻ ഡെമോക്രസി, കാവി ജനസംഖ്യാ വിജ്ഞാനീയം എന്നാണ് ഇതിന് പറയുക. അരുൺ ഷൂറിയാണ് ഉപജ്ഞാതാവ്, RSS ആണ് പ്രചാരകർ. അപകടകരമാണിത്, അസാധാരണമായി തിരിച്ചറിയണം. തെറ്റാണിത്.
5 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് മുഗളന്മാരാണ്, മതം ഇസ്ലാം. 2 നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്, മതം ക്രിസ്ത്യാനി. കല്ലേൽ പിളർക്കുന്ന കൽപ്പനയും ഏകഛത്രാധിപത്യത്തിന്റെ സർവപ്രതാപ ഐശ്വര്യങ്ങളുമായി ഇന്ത്യ രാജ്യം 7 നൂറ്റാണ്ട് 700 കൊല്ലം ഹിന്ദുക്കളല്ലാത്ത ക്രിസ്ത്യാനിയും മുസ്ലിമും ഭരിച്ചിട്ടും ഒരു ഹിന്ദുവിനേക്കാൾ ഒരു മുസ്ലിം കൂടി പോയിട്ടില്ല. എന്താ കാരണം? ആവില്ലാതെ സാമാന്യ മര്യാദയ്ക്ക് ചേരുന്നതല്ലാതെ. ഞാൻ കടക്കറയുന്നവരോട് ചോദിച്ചു, RSS പറയുന്നത് തന്നെ സ്വീകരിച്ചാൽ, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയാൽ, വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ ഇങ്ങനെ ഉണ്ടാവൂ? ഏത് പാത്തുമ്മ 10 കല്യാണി രണ്ടും പറ്റാൻ തന്നെ? കണക്കറിയുന്നവർ നിങ്ങളോട് പറഞ്ഞു, RSS പറയുന്നത് പോലെ കല്യാണി 2ഉം പാത്തുമ്മ 10ഉമാണ് പ്രസവിക്കുന്നതെങ്കിൽ പോലും ഹിന്ദുവിനേക്കാൾ ഒരു മുസൽമാൻ രാജ്യത്ത് കൂടണമെങ്കിൽ 650 കൊല്ലം കഴിയും. പുറപ്പ് കൊള്ളാച്ചിയില്ല, ഇപ്പം ഇവിടുന്നേ കാലിട്ട് കീറുക. 650 കൊല്ലം കഴിയും. ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ ജനസംഖ്യാ വർധനവിനെ സംബന്ധിച്ചുള്ള നിലപാട്. ബഹുഭാര്യാത്വം. പോലെ പെണ്ണുങ്ങളെ കെട്ടുന്നത് മുസ്ലിങ്ങളാണ്. അല്ല, ലീഗാരൊക്കെ കൊട്ടാളൊക്കെ കെട്ടുണ്ടാവും. അല്ലാന്നല്ല ഞാൻ പറഞ്ഞു. 5ഉം കെട്ടും 10ഉം കെട്ടും ഈ ആരാണ്ടാ ചോദിക്കാൻ? മുക്ക നമ്പൂരി പണ്ട് വിളിച്ചില്ലേ ശരീരത്തിന്റെ കാര്യത്തിൽ? EMS ലേഖനം എഴുതിയതാ ചിന്തയിൽ പാവം. എന്നിട്ട് വരാൻ അങ്ങാടിയിലൊക്കെ ഭയങ്കര പ്രകടനം. 265 പെരുവണ്ണ പഞ്ചായത്ത് പ്രകടനം മുസ്ലിം ലീഗിന്റെ. മക്കളുടെ കായവൊക്കെ തീപിടിച്ച അത്ര ആളുണ്ടാവില്ല. ആലോചിച്ച് നോക്കി. അവന്റെ മുദ്രാവാക്യം ചെയ്യുന്നത് MP രാഘവന്റെ മോളെയും കിട്ടാൻ നികേഷ് കുമാറിന് ദീപാരല്ലാണ് ആ മുദ്ര കൊണ്ടുപോയി കെട്ടുക. വിളിച്ചൂടെന്ന് അങ്ങോട്ട് ആ മുദ്രാവാക്യം വിളിച്ച ലീഗുകാർ കിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ മുസ്ലിങ്ങളിൽ അപൂർവമാണ് ബഹുഭാര്യാത്വം ഉള്ളത്. ഇന്ത്യൻ സെൻസസ് ബോർഡ് കണക്കാക്കിയ റിപ്പോർട്ട് ഞാൻ വായിക്കാം. ബഹുഭാര്യാത്വം ഹിന്ദു വിഭാഗങ്ങളിലെ ഗോത്രവർഗ വിഭാഗങ്ങളിൽ 15.25%, ഹിന്ദു വിഭാഗങ്ങളിലെ മുതിർന്ന സവർണ തമ്പുരാക്കന്മാരിൽ 5.9%, മുസ്ലിങ്ങളിൽ 5.7%. ഗോത്രക്കാരിൽ 15.25, ഹിന്ദു ഉയർന്ന വിഭാഗങ്ങളിൽ 5.9, മുസ്ലിങ്ങളിൽ 5.7, 0.2 കുറവാണ്. മനസ്സിലായില്ലേ? അതാ പ്രശ്നം. അപ്പൊ ബഹുഭാര്യാത്വത്തിന്റെ കാര്യത്തിലും സന്താനവർദ്ധനവിന്റെ കാര്യത്തിലും ഇതുപോലുള്ള വർത്തമാനങ്ങൾ ഇല്ലാതെ പറഞ്ഞ് നാട്ടിൽ ബുദ്ധിമുട്ടാക്കുകയാണ് നിങ്ങൾക്ക്. മതനിരപേക്ഷ രാജ്യത്ത് മതകീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ? അതാ ടീച്ചറുടെ പ്രസംഗം. തെറ്റാന്നാ ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ RSS ഒരാൾ പ്രസംഗിക്കുക, നബിദിന ഘോഷയാത്രയ്ക്ക് മാപ്പിള കുട്ടികൾ കുപ്പായിട്ട് തൊപ്പിയിട്ട് ലോ ഇലോഹ ഇല്ലെന്നാണ് ആയത്ത് ഹദീസൊക്കെ ഓതി ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിക്രം ചൊല്ലി ഇങ്ങോട്ട് നടക്കുക. ആകെ റോഡിന് തടസ്സ. മതനിരപേക്ഷ രാജ്യല്ലേ? മാപ്പിള കുട്ടികൾക്ക് ഇങ്ങനെ കടത്തുണ്ടാക്കാൻ നിർത്തിണ്ടോ? ടീച്ചറെ പ്രസംഗം. മാപ്പിള കുട്ടികൾ അറിഞ്ഞാലും ഹിന്ദു കുട്ടികൾ അറിഞ്ഞാലും റോഡിലൂടെ പ്രാണം നടത്തിയ ബസ് ബ്ലോക്കാവൂലേ? നബിദിന ഘോഷയാത്രയ്ക്ക് കുന്നത്തുപാലങ്ങാടിയിൽ ബ്ലോക്കാവുന്നു എന്ന് ആക്ഷേപിക്കുന്ന ശശികല ടീച്ചർ ശ്രീകൃഷ്ണ ജയന്തിയുടെ അഷ്ടമിരോഹിണി ഘോഷയാത്ര, ശോഭായാത്ര കുട്ടികൾ ഇങ്ങനെ നടത്തുമ്പോൾ ബസ് വന്നാൽ വിചാരിച്ചു മറക്കല. കൃഷ്ണൻ പോവല്ലേ, ജീപ്പ് ഒന്ന് മടക്കി കാണാം. രണ്ടുണ്ട്. DYFI നടത്തിയാലും യൂത്ത് കോൺഗ്രസ് നടത്തിയാലും ഗതാഗത തടസ്സം ഉണ്ടാവും. മെഴുകുതിരി കത്തിച്ചാൽ ചൂടുണ്ടാവും, കുറച്ച് പുകയുണ്ടാവും, കാണൂല എന്നുള്ളൂ. വെളിച്ചത്തിന് വേണ്ടിയാ. ഇവിടെ ഒരു കല്യാണം ഉണ്ട്, ചെറുപ്പക്കാരന് കിടന്നുറങ്ങാൻ കഴിയോ? ഇപ്പുറത്തൊരു തറ ഉണ്ടെങ്കിൽ 3 ദിവസം നമുക്ക് കിടക്കാൻ കഴിയോ? അതൊക്കെ നാട്ടിലുള്ള സാധനമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് റോഡ് ടാർ ചെയ്ത പിറ്റേന്ന് മാണിക്കാവ മുതൽ കാവ്യമാധവം വരെ ഒങ്കാൽ അടുപ്പ് കൂട്ട് റോഡാറുണ്ടാവുമോ? ഇല്ല. അതൊക്കെ ഹിന്ദുക്കളുടെ പ്രശ്നമാണ്. മറ്റേത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. കുരുത്തോല പെരുന്നാളിനും കൊണ്ടോട്ടി നേർച്ചയ്ക്കും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കും ഒക്കെ ഏർപ്പാട് നടക്കും. അതിൽ മതം കാണരുത്, കുഴപ്പമാണ്. ഇത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. ശബരിമലയിൽ പോലീസുകാർ ഡ്യൂട്ടിക്കുന്നില്ല. നിങ്ങൾ തൊപ്പി ഉണ്ടോ? ഇല്ല. താടി പഠിക്കോ? ഇല്ല. ഷൂസ് ഇടോ? അവായിക്കൽ പോലും ഇടൂല. ഷർട്ട് ഉള്ളിലാണോ ഇൻസൈഡാണോ? അല്ല, പുറത്താണ്. പാന്റിന് ബെൽറ്റ് ഉണ്ടോ? ഇല്ല. 35 രൂപേന്റെ തോർത്തുണ്ടോ? എന്താ കാരണം? ഷൂസും ബെൽറ്റും ഒന്നും ഭഗവാൻ അയ്യപ്പന് പറ്റില്ല. അതുകൊണ്ടാണ് DYFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുമ്പോൾ VS-ഉം അതുപോലെ തന്നെ സുധാകരനും പറഞ്ഞോ ചെരുപ്പിടണോ എന്നാലേ നമ്മളെ വരുള്ളൂ? ഇല്ല. അങ്ങനെ വേണം, അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ ചിലപ്പോൾ അടുപ്പ് റോഡിന്റെ മുകളിലൊക്കെ കയ്പും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രസംഗിച്ചതിനാണ് MP ജയരാജനെ 8 ദിവസം ജയിലിലെടുത്തി. നാരായണക്കുറുപ്പ്, ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? സിഗരറ്റ് വലിക്കാം, പുക പുറത്തേക്ക് വിടരുത്, ഇത് പിന്നെ കവറിലാക്കി മുമ്പ് വഴി കൊടുത്തയക്കുക. ഇതെങ്കിലും ആയിക്കോട്ടെ. അത് ചുമ്പെന്ന് വിളിച്ചാണ് പാവം ജയരാജൻ 8 ദിവസം ജയിലിലടച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ നാട്. ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കോടിക്കണക്കിന് ഉറുപ്പ് ചെലവാക്കി SLV മേലോട്ട് വിടും എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. BJPക്കാർ മനസ്സിലാൻ പറഞ്ഞാൽ വലിയ വില കൂടിയ മേലോട്ട് വിടുന്ന സാധനം അതന്നെ SLV. അത് മേലോട്ട് വിടുമ്പോൾ കൗണ്ട് ഡൗൺ എന്നാ പറയാം. 10, 9, 8, 7, 6, 5 എന്ന് പറഞ്ഞാൽ താഴോട്ട് താഴോട്ട് ടൂറിസ്റ്റിലെത്തുമ്പോൾ ഭൂം എന്ന് പറഞ്ഞ് മേലോട്ട് കൊണ്ടുക.
ഈ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ എന്താ പരിപാടി അറിയോ? അത് നമസ്തുഭ്യം നമ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? അമ്പാടും പൈസന്റെ സാധനമാണ് ഗണപതിയെ മേലോട്ട് പോയിട്ട് അതേ സ്കൂളിൽ താഴോട്ട് വരരുതേ എന്നാ ഗണപതി ഹോമത്തിന്റെ മന്ത്രാണ്. മനസ്സിലായോ? ആരാണ് അവിടെ ഗണപതി ഹോമം നടത്താൻ പറഞ്ഞത്? നാട്ടുകാരെ പൈസയുള്ളത്. അങ്ങനെയാണ് പ്രശ്നേ. അപ്പൊ ശബരിമലയിൽ പോലീസ് ഡ്യൂട്ടി കിട്ടുന്നതും ISRO റോക്കറ്റ് വിടുമ്പോൾ ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ തെറ്റാണെങ്കിൽ KSRTC ബസ്സിന്റെ മുന്നിൽ മക്കത്തെ കയവേന്റെ ഫോട്ടോ വെക്കുന്നതും കുരിശു തൂക്കിടുന്നതും തെറ്റ് തന്നെയാണ്. ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒന്ന് ചക്കര ഒന്ന് കൊപ്പര എന്ന നിലപാടിലേക്ക് പോയി കൂടാ. ഇനി വിശദീകരിച്ച നേരം കൊടുക്കും ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ശ്രീമതി ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗം, അവരുടെ പ്രഭാഷണം, അവരുടെ രീതികൾ, അവരുടെ ശൈലികൾ നമ്മുടെ നാടിന്റെ നെഞ്ചു പുലർക്കുന്നതാണ്. രാമനും റഹീമും കല്യാണിയും ഖദീജയും ഒരുമിച്ച് നിൽക്കേണ്ടതല്ല ഈ പ്രസംഗം. അങ്ങനെ ആവരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. മഹാഭാരതത്തിലെ വീരശൂര പരാക്രമിയായ കർണനെ അർജുനൻ അമ്പയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് കവചകുണ്ടലങ്ങൾ കവർന്നെടുക്കപ്പെട്ടതുകൊണ്ടാണ്. ഇന്ദ്രൻ വൃദ്ധനാഭത്തിന്റെ വേഷം ധരിച്ച് യുദ്ധത്തിന്റെ തലേന്ന് മോനെ എനിക്ക് 2 ദിവസത്തേക്ക് വാടകയ്ക്ക് തരുമോ എന്ന് കൊടുത്തതാ. സൂര്യഭഗവാൻ കൊടുത്തതാ ഈ കർണനെ. സൂര്യന് കുന്തിയിലുണ്ടായ നേരാമ്പയ്ക്കല്ലാത്ത മോനാണ് ഈ കർണൻ. അറബുകാരൻ ആധാർ കാർഡ് വായിച്ചു നോക്ക്. ആധാർ കാർഡ് കർണന്റെ അടുത്ത് വായിച്ചു നോക്കിയാൽ ഫാദർ എന്ന കള്ളി പിന്നിൽ എഴുതിയിട്ടുള്ള എന്റെ പേരില്ല. അതൊരു കച്ചവടത്തിൽ ഉണ്ടായി പോയതാ. കർണന് അങ്ങനെ കിട്ടിയതിന്റെ കോമ്പൻസേഷൻ കൊടുത്തതാ സൂര്യഭഗവാൻ. കവചകുണ്ടലം. കവചം എന്ന് പറഞ്ഞാൽ വെടിയെത്താൻ കൊള്ളാത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, വെടിയെത്താൻ കൊള്ളാത്ത കുപ്പായം. കുണ്ടലം എന്ന് പറഞ്ഞാൽ അത് സാധു തൂങ്ങുന്ന സാമാനം. അതാ കവചകുണ്ടലങ്ങളുണ്ടെങ്കിൽ ത്രൈലോക്യം ജയിക്കാം നിനക്ക് എന്ന് പറഞ്ഞാൽ 3 ലോകവും ജയിക്കാം. അതുണ്ടെങ്കിൽ ചങ്ങാതിനെ കൊല്ലാനാവില്ല. കൃഷ്ണനാ പറഞ്ഞത് ഇന്ദ്രനോട് ഏതായാലും ഇവിടെ തിരിഞ്ഞടിച്ചല്ലോ, ഞങ്ങളോട് വെടിയുള്ളല്ലേ, ഒന്ന് കുപ്പായിട്ട് കുറച്ചു നേരം പോയി സാധനം കണ്ട് വാങ്ങിക്കാളാം. അങ്ങനെയാ വായിച്ചു നോക്കണം മഹാഭാരതം. അങ്ങനെയാ പോയത്. അങ്ങനെ കർണന്റെ കയ്യിൽ നിന്നും കവർന്നെടുക്കുകയല്ല, കൗശലത്തോടെ കൈക്കലാക്കി കവചകുണ്ടലങ്ങൾ ചേർത്തട്ടിൽ ആഗ്നേയാസ്ത്രത്തിന്റെ മുൾമുന തറച്ച് നെഞ്ചുകുളർന്ന് ചോരതുപ്പി നിക്ഷേപനായി കുന്തിയുടെ മകൻ ധീരനായ യോദ്ധാവ് കർണൻ. അതുപോലെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ കവചകുണ്ടലങ്ങളാണ് പോരാട്ട വീര്യവും ഐക്യവും. അത് മുതലാളിത്തത്തിന് കവർന്നെടുക്കാൻ കരുത്തുപോരാ, കൗശലത്തോടെ കൈക്കലാക്കാനാണ് ഈ മാരീച വേഷം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ, സാധാരണ മനുഷ്യന്റെ സമരശേഷിയെ, പോരാട്ട വീര്യത്തെ, അതിനു വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായ ഐക്യത്തെ തകർക്കാൻ ഈ മാരീച വേഷം ധരിച്ചെത്തുന്ന ഇരുളിന്റെ ശക്തികൾക്കെതിരെ പൊരുതിച്ചത്താലും പിന്മടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് പിറവി കൊണ്ട നാൾ മുതൽ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് DYFI. അതിന് എത്ര ശശികല ടീച്ചർമാർ നാക്കുവളച്ചുച്ചരിച്ചാലും, എത്ര മധുമാർ മാലോകർക്കൊക്കെ ഉച്ചത്തിൽ സംസാരിച്ചാലും ഈ ഉണവെണ്ണ പോലുള്ള ചുവന്ന മണ്ണ് ഒരിക്കലും കാവ്യമയമാവില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ ചടങ്ങ് എന്നുകൂടി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാനവികതയ്ക്ക് കാവൽ നിൽക്കാൻ, മതേതരത്വത്തിന് കാവൽ നിൽക്കാൻ, മതവിശ്വാസികൾക്ക് കാവൽ നിൽക്കാൻ ഈ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാകയുടെ പ്രവർത്തകരായ അവസാനത്തെ സഖാവിന്റെ അവസാനത്തുള്ളി രക്തം അവശേഷിക്കും വരെ ഞങ്ങളുണ്ടാകുമെന്നാണ് നാം പ്രതിജ്ഞ ചെയ്യുന്നത്. അതിന് ഈ പ്രസ്ഥാനം ഉണ്ടാകുമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.